ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ മെയ് 4 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് ഞാനുണ്ടാവും. ഒപ്പം നിങ്ങളുടെ സ്വന്തം മഞ്ജു വാര്യരും. അതെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുണ്ടാവില്ലേ? കണ്ണൂരിന്റെ കണ്ണു തള്ളും. രാജ്ഭവനിൽ സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിടുന്ന ഗവർണർ CV ആനന്ദബോസിനെതിരെ ബംഗാൾ പോലീസിന് നടപടിയെടുക്കാനാവില്ല. തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷ് എക്സ് ഹാൻഡിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. സ്ത്രീയുടെ പരാതി ഹൈ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചെന്ന് പറയുമ്പോഴും ഗവർണറെ പ്രതിയാക്കി കേസെടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നതാണ് വസ്തുത. ഗവർണർ പദവിയിൽ തുടരുന്നതുകൊണ്ട് തന്നെ ആനന്ദബോസിനെ പ്രതിയാക്കുന്നതിനും കേസ് അന്വേഷിക്കുന്നതിനുമെല്ലാം ഭരണഘടനാപരമായ വിലക്കുണ്ട്. ഭരണഘടനാ അനുച്ഛേദം 361 പരിരക്ഷയാണ് അതിനു പിന്നിൽ. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പരിരക്ഷ നൽകുന്ന ഭരണഘടനയുടെ 361 അനുച്ഛേദം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കാനോ നിർവഹിക്കാനോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കെ നടത്തുന്ന പ്രവർത്തികൾക്കോ ഒരു കോടതിയോടും ഉത്തരം പറയേണ്ടതില്ല. രാഷ്ട്രപതിക്കോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കോ എതിരെ ഏതെങ്കിലും കോടതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കാലയളവിൽ ക്രിമിനൽ നടപടികളൊന്നും ആരംഭിക്കുകയോ തുടരുകയോ ചെയ്യരുത്. രാഷ്ട്രപതിയെയോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിലടക്കുന്നതിനോ ഉള്ള ഒരു പ്രക്രിയയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവിൽ ഏതെങ്കിലും കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതല്ല എന്നിങ്ങനെ നിർണായകമായ 2 വകുപ്പുകളും 361 അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ CV ആനന്ദബോസിനെതിരെ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാനും പശ്ചിമ ബംഗാൾ പോലീസിനോ സർക്കാരിനോ നിലവിൽ കഴിയില്ല. നടപടിയെടുക്കണമെങ്കിൽ ആനന്ദബോസ് ഗവർണർ പദവിയിൽ നിന്ന് രാജിവെക്കുകയോ രാഷ്ട്രപതിക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയോ വേണം. 2006 ഇതു സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. വ്യക്തിപരമായ ദുർനടപ്പിന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായാൽ പോലും ഗവർണർ എന്ന പരിരക്ഷ ലഭിക്കുമെന്ന് ഒരു കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഗവർണർ തന്റെ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ ക്രിമിനൽ നടപടികൾ നിർത്തിവെച്ച് ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1992 ബാബറി മസ്ജിദ് തകർത്ത കേസിൽ കല്യാൺ സിംഗിനെ ഒഴിവാക്കിയിരുന്നു. വിചാരണ ആരംഭിച്ച കാലത്ത് അദ്ദേഹം രാജസ്ഥാൻ ഗവർണർ പദവി വഹിച്ചതായിരുന്നു അതിനു കാരണം. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഗവർണർ പദവിയിൽ രാജിവെച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മേഘാലയ ഗവർണറായിരുന്ന V ഷൺമുഖനാഥൻ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് ഗവർണറായിരുന്ന ND തിവാരിയും സമാനമായ ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജിയുടെ ബാഹുബലി ഷോറൂം മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ടില്ലേ, കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ മെയ് 4 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് ഞാനുണ്ടാവും. ഒപ്പം നിങ്ങളുടെ സ്വന്തം മഞ്ജു വാര്യരും. അതെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുണ്ടാവില്ലേ? കണ്ണൂരിന്റെ കണ്ണു തള്ളും.